ഇപ്പോൾ ഹരിയാന അടക്കമുള്ള ജമ്മു കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പുകൾ പക്ഷേ പ്രഖ്യാപിച്ചില്ല. അത് പ്രതീക്ഷിച്ചിരുന്നതാണ്. കേരളത്തിലടക്കം ഉപതെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, എന്തൊക്കെയാണ് രാജീവ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ തീയതികൾ ജമ്മു കാശ്മീർ, ഹരിയാന അടക്കം? അജിംഷാദ്, ജമ്മു കാശ്മീരിൻ്റെയും ഹരിയാനയുടെയും തെരഞ്ഞെടുപ്പ് തീയതികളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കാശ്മീരിൽ ഇത്തവണ 3 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ആദ്യഘട്ടം സെപ്റ്റംബർ 9-നാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 25-നും മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഒക്ടോബർ 1-നുമാണ്. ഇതിൻ്റെ വോട്ടെണ്ണൽ എന്ന് പറയുന്നത് ഒക്ടോബർ 4-നായിരിക്കും നടക്കുക. ഹരിയാനയിലും അത്തരത്തിൽ തന്നെയാണ്. ഒക്ടോബർ 1-ന് ഹരിയാനയിൽ വോട്ടെടുപ്പ് നടക്കും. ഒക്ടോബർ 4-ന് ഹരിയാനയുടെ വോട്ടെണ്ണലും നടക്കും. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഒരു തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതനുസരിച്ച് ജമ്മു കാശ്മീരിൽ 90 മണ്ഡലങ്ങളാണ് ഉള്ളത് എന്നൊരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹരിയാനയെ സംബന്ധിച്ചും ഹരിയാനയിലും 90 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവിടേക്കുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയം ഈ കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. കാശ്മീരിനെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷമായി ഒരു തെരഞ്ഞെടുപ്പ് കാശ്മീർ നേരിട്ടിട്ട്, പ്രത്യേകിച്ച് കാശ്മീർ ഒരു 370 അനുച്ഛേദം, അത് പ്രത്യേക പദവിയൊക്കെ റദ്ദാക്കിയതിനു ശേഷം കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി കാശ്മീരിനെ പ്രഖ്യാപിച്ച സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അന്ന് മുതൽ തന്നെ കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നൊരാവശ്യം ശക്തമായി തന്നെ ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം സുപ്രീം കോടതി തന്നെ നേരത്തെ കർശനമായി പറഞ്ഞതാണ് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നൊരു കാര്യം. അത് ഈ സെപ്റ്റംബറിൽ തന്നെ കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതിയും കർശനമായി നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ 3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രത്യേകിച്ച് കാശ്മീരിനെ സംബന്ധിച്ച് വലിയ തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഈ വരുന്ന സെപ്റ്റംബർ 18 കൂടിയാണ് കാശ്മീരിൽ അമർനാഥ് യാത്ര അവസാനിക്കുന്നത്. അമർനാഥ് യാത്ര അവസാനിക്കുന്നതിന് പിന്നാലെ തന്നെയാണ് കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് നടപടികളും ആരംഭിക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. കാശ്മീരിൽ ആകെയുള്ളത് 87.09 ലക്ഷം വോട്ടർമാരാണ്. ഇവർക്കായിട്ട് 11,838 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കും എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഏർപ്പെടുത്തും എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായാലും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഹരിയാനയെ സംബന്ധിച്ചും അത്തരത്തിൽ തന്നെയാണ്. ഹരിയാനയിൽ ഏകദേശം 2.01 കോടി വോട്ടർമാരാണ് ഈ 90 നിയമസഭാ മണ്ഡലങ്ങളുമായിട്ടുള്ളത്. അവിടെ ഹരിയാനയിൽ 20,629 പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചു എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അജിംഷാദ്.